കൈവിട്ടു പോകുന്നത് നമുക്ക്. നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള ആരാണ് യഥാർത്ഥ മെഗാ മാസ്റ്റർ മൈൻഡ്? അന്വേഷണത്തിന്റെ വലയത്തിൽ പുതിയ പേര്. തന്ത്രി കുടുംബത്തിലേക്കോ? അന്വേഷണത്തിന്റെ സംശയമുന. ശ്രീകോവിലിലെ തങ്കത്തിൽ വരെ കയ്യേറ്റം നടന്ന ഈ കൊള്ളയിൽ അധികാരവും ആചാരാധികാരവും തമ്മിൽ കുരുക്കുന്നത് എന്താണ്? വിശ്വാസികളുടെ നടുവിൽ പൊട്ടിത്തെറിക്കുന്ന പുതിയ ആരോപണങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ എല്ലാമാക്കിയത് തന്ത്രിയുടെ അറിവോടെയോ? ഏതു വാതിൽക്കൽ നിന്നാണ് വിശ്വാസത്തിന്റെ സ്വർണം അപ്രത്യക്ഷമായത്? സംരക്ഷിക്കേണ്ടവർ തന്നെ സംശയമുനയിൽ നിൽക്കുന്നു. ശബരിമലയുടെ ഏറ്റവും വിശുദ്ധ വസ്തുവിൽ നടന്ന ഈ കൊള്ളയുടെ പിന്നിലെ അദൃശ്യ ശക്തികൾ ആരെന്ന് അന്വേഷിക്കുമ്പോൾ തന്ത്രിയും അന്വേഷണ വൃത്തത്തിലോ? പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ കാണാമറയത്ത് തുടരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പത്മകുമാറിൽ നിന്ന് മുകളിലേക്കോ അന്വേഷണം? ശബരിമല തന്ത്രി കുടുംബത്തിൽ നിന്ന് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തന്ത്രിയും സംശയനിഴലിലോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. തന്ത്രിമാരായ കണ്ഠരര് രാജീവരര്, കണ്ഠരര് മോഹനര് എന്നിവരാണ് SITക്ക് മുൻപാകെ മൊഴി കൊടുത്തത്. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ കണ്ഠരര് രാജീവരര് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. എല്ലാരും കൂടി ഇങ്ങനെ ചോദിച്ചു കൊണ്ടാ ബുദ്ധിമുട്ടാ. SITയെ കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യം മാത്രമല്ല നമ്മൾ ശബരിമല ചെയ്തിട്ടുള്ളൂ. പിന്നല്ല, അത്രേ ഉള്ളൂ. അതിന് കൂടുതലൊന്നുമില്ല. കൊടുക്കാന്നുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റോഡിയനാണ്. അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കുമോ? ഞാനല്ല കൊണ്ടുവന്നത്. അത് വേറെ, അതൊക്കെ SITയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ ഒക്കത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. ദേവന്റെ സ്വത്തിലുള്ള അധികാരം ദേവസ്വം ബോർഡിനാണ് എന്നാണ് തന്ത്രി പറയുന്നത്. തന്ത്രി അറിയാതെയോ ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കൾ, സ്വർണം വെളിയിലേക്ക് കൊണ്ടുപോയത്? പ്രൈം ഡിബേറ്റിൽ ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ അനിൽ വിളയിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ PRO ശ്രീ അയർകുന്നം രാമൻ നായർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ അയർകുന്നം രാമൻ നായർ, ഇന്ന് തന്ത്രി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ശബരിമലയിലെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഇതിന്റെ എല്ലാം കസ്റ്റോഡിയൻ ആയിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്ന്. പക്ഷേ വെളിയിൽ കുറേയേറെ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. തന്ത്രിയും അറിഞ്ഞാണ് തനിത്തങ്കം സന്നിധാനത്ത് നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോയത് എന്ന്. താങ്കൾ ശബരിമലയിൽ വളരെയധികം വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആളാണല്ലോ, PRO എന്ന നിലയ്ക്ക്. താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്ന സംശയങ്ങൾ എന്തെല്ലാമാണ്? കൃത്യമായിട്ട് തന്നെയാണോ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യത കുറവില്ല. പക്ഷേ ശബരിമലയിലെ ശ്രീകോവിലും അതിൻ്റെ ചുറ്റുവട്ടവും ദൈനംദിനം പരിശോധിക്കുകയും കയറി ഇറങ്ങുകയും ചെയ്യുന്ന, അതിൻ്റെ നിജസ്ഥിതി സൂക്ഷ്മമായി അറിയാവുന്ന ഒരാളാണ് തന്ത്രി. തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ നിത്യവും ശബരിമലയിൽ കയറി പൂജകൾ നടത്തുമ്പോൾ അവിടുത്തെ വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക, അവിടുത്തെ ദ്വാരപാലകരെ നിത്യവും ദർശനം നടത്തുക, അവിടുത്തെ പീഠം ദർശിക്കാൻ സാധിക്കുക, അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന തന്ത്രി ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വന്നിരുന്നു എങ്കിൽ അതിൻ്റെ ഒരു കൃത്യവിലോപം അവിടെ ഉണ്ട്. അതിൻ്റെ അകത്ത് എവിടെയോ കണ്ണടച്ചിട്ടുണ്ടെന്ന് വേണം പറയുവാൻ. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം അനധികൃതമായി ആരെങ്കിലും അവിടെ പ്രവേശിക്കുകയോ അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുകയാണെങ്കിൽ തന്ത്രിക്ക് അത് നിരീക്ഷിക്കാനും അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ സൂക്ഷ്മമായി പഠിക്കുവാനും അവകാശവും അധികാരവുമുള്ള ചുമതലക്കാരനാണ് തന്ത്രി. അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്ത് ദുരൂഹതയുണ്ടെന്നേ പറയുവാൻ കഴിയും. അല്ലെ, അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണോ ചെയ്യുന്നത്? ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇക്കാര്യത്തിലെല്ലാം ഭരണപരമായ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ശ്രീകോവിലിലെ അമൂല്യമായ വസ്തുക്കൾ, അതിൽ വാതിൽപ്പടിയിലെ
സ്വർണ്ണമുണ്ട്, വാതിലിലെ സ്വർണ്ണപ്പാളിയുണ്ട്, അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളുണ്ട്. ഇതെല്ലാം അറ്റകുറ്റപ്പണി നടത്തേണ്ട ഒരാവശ്യം വരുമ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് തന്ത്രി നിർദ്ദേശിച്ചിട്ടാണ് എന്നാണല്ലോ ഉദ്യോഗസ്ഥരും പറയുന്നത്. അതുപോലെ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതിയിലുള്ളവരും പറയുന്നത്. ശരിക്കും അങ്ങനെയാണെങ്കിൽ തന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ഇതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതല്ലാതെ ഇതിൻ്റെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഇതൊന്നും തീരുമാനിക്കുന്നത് തന്ത്രിയല്ല, അങ്ങനെയുമാണല്ലോ. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? തന്ത്രി അറിയാതെ ഈ വസ്തുക്കൾ സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുവാൻ പറ്റുമോ? കാരണം സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണികൾ നടത്തണം എന്ന് ദേവസ്വം മാനുവലിൽ ഉള്ളതാണ്. ഇക്കാര്യം തന്ത്രി ശ്രദ്ധിക്കണോ വേണ്ടയോ? തന്ത്രി തീർച്ചയായും ശ്രദ്ധിക്കണം. കാരണം ഒരു വസ്തു അശുദ്ധമാകാൻ പാടില്ല. അന്യഥാ കൈകളുടെ സ്പർശനമെത്തിയാൽ അത് അശുദ്ധമാകും. അങ്ങനെ ഒരു അശുദ്ധ വസ്തു പുറത്തേക്ക് എടുക്കാൻ പാടില്ല. തന്ത്രിയുടെ പൂർണ്ണമായ അനുവാദവും അതുപോലെ തന്നെ നിർദ്ദേശവും ഇല്ലാതെ ഒരു വസ്തു എങ്ങനെ പുറത്തേക്ക് എടുക്കും? അവിടെയുള്ള വിലപിടിപ്പുള്ള സാധനം എന്നതിനേക്കാൾ കൂടുതൽ അത് പരിപാവനമായ ഒരു സങ്കേതത്തിലെ സാധനമാണ്. ഇത് ദ്വാരപാലകരും ദിവ്യമായ ആ വാതിൽപ്പടിയും തുറക്കുകയും അടയ്ക്കുകയും അതിൻ്റെ കാര്യങ്ങൾ എന്ന് കാണുകയും ചെയ്യുന്ന വളരെ ഉത്തരവാദിത്വപ്പെട്ട ഒരാളാണ് തന്ത്രി. ആ തന്ത്രി അത് കണ്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുകയും അതിൻ്റെ അശുദ്ധി വന്നാൽ അതിന് പരിഹാരം കാണുകയും ചെയ്യണം. അവിടെ ഒരു നിസ്സാര കാര്യം, ഒരു കുട്ടി മൂത്രമൊഴിച്ചാൽ അവിടെ ശുദ്ധി നടത്തേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും മലിനമായ അവസ്ഥ ഉണ്ടായാൽ ശുദ്ധി നടത്തും. അങ്ങനെയാണെങ്കിൽ ഈ വാതിൽപ്പടിയും ഈ കട്ടിളയും ദ്വാരപാലകന്മാരെയും അഴിച്ചു പുറത്തു കൊണ്ടുപോകാൻ ആരനുവാദം കൊടുത്തു? എന്തടിസ്ഥാനത്തിലാണ് ഇത് കൊണ്ടുപോയത്? അത് തന്ത്രി അറിഞ്ഞില്ലേ? അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിച്ചതാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരി, ശ്രീ പണിക്കർ, അതിനുള്ള മറുപടി. അങ്ങനെ തന്ത്രിയുടെ അറിവോടെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒട്ടേറെ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്ന് അന്വേഷണ സംഘം തന്ത്രിയിൽ നിന്ന് മൊഴിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കണക്കിൽ പറഞ്ഞാൽ അത് തന്ത്രിമാരെ ചോദ്യം ചെയ്യൽ തന്നെയാണ്. അങ്ങനെയും കരുതാമല്ലോ. SITക്ക് മുൻപാകെ പോയി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു ശബരിമല തന്ത്രിക്ക്. രണ്ട് രീതിയിൽ അതിനെ കാണാം. ഒന്നാമത്തെ കാര്യം, തന്ത്രി നിലവിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല ഒരു കേസിലും. നേരെ മറിച്ച് ശ്രീ പത്മകുമാറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അത് പൂർണ്ണമായും ചോദ്യം ചെയ്യൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ 2019 ഭരണസമിതി ഒരു കേസിൽ ഓൾറെഡി 8ാമത്തെ പ്രതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രതി ചേർക്കപ്പെടുന്ന ഒരാളിനെ ഇന്ററോഗേഷന് വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യലാണ്. പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസിലും ഒരു തന്ത്രിയും പ്രതിയല്ലാത്തത് കൊണ്ട് അതിനെ ചോദ്യം ചെയ്യൽ എന്ന് പറയാൻ കഴിയില്ല. അതിനെ മൊഴിയെടുക്കുക. എന്തുകൊണ്ട് തന്ത്രി പ്രതിയാകുന്നില്ല ശ്രീ പണിക്കർ? കാരണം ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ വാസു അറിഞ്ഞു, പത്മകുമാർ അറിഞ്ഞു, തന്ത്രിയും അറിഞ്ഞു എന്തായാലും ഈ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത്. അപ്പോൾ തന്ത്രിയെ എന്തിന് വിടുതൽ ചെയ്യുന്നു? അല്ല, നോക്കൂ, ഇതിലെ ഡിസിഷൻ മേക്കർ ആരാണ് എന്നുള്ളതാണ് പ്രധാനം. അതായത് നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യത്തിൽ എവിടെയെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെങ്കിലും അതിന് മുകളിലേക്ക് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് വരെയുള്ള എല്ലാ റോളുകളിലുമുള്ള ആൾക്കാർ പ്രതിസ്ഥാനത്ത് വരുന്നതിനും അതിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനുമുള്ള കാരണം അതാണ്. പക്ഷെ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തിരുവാഭരണത്തിന്റെ കസ്റ്റോഡിയൻ തന്ത്രിയല്ല. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ സൂക്ഷിപ്പുകാരൻ എന്നുള്ള ഒരു ഉത്തരവാദിത്വം ശബരിമല തന്ത്രിക്കില്ല. ശബരിമല തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രത്തിന്റെ കസ്റ്റോഡിയനാണ്. അഥവാ അവിടെയുള്ള പൂജാവിധാനങ്ങളുടെ, അവിടെയുള്ള സാമ്പ്രദായികമായിട്ടുള്ള ചടങ്ങുകളുടെ, ആചാരങ്ങളുടെ കസ്റ്റോഡിയനാണ് തന്ത്രി. അത് പിന്നെ കേവലം ഒരു വിശ്വാസപരമായി പറയുന്നത് മാത്രമല്ല, നിയമപരമായിട്ടും അദ്ദേഹത്തിന്റെ പൊസിഷൻ അത് തന്നെയാണ്. ഇപ്പോൾ 1991 S മഹേന്ദ്രൻ കേസിലാണെങ്കിലും പിന്നീട് പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ കേസുകളിലാണെങ്കിലും എല്ലാം ദ പൊസിഷൻ ഓഫ് ദ തന്ത്രി സാക്രോസാങ്ക്ട് എന്ന് പറയുന്നുണ്ട്. അത് മുഴുവൻ പൂർണ്ണമായിട്ടും ശ്രീകോവിലിലെ ആചാര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പ്രദായിക ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കസ്റ്റോഡിയനാണ്. പക്ഷേ തന്ത്രിയോട് ചോദിച്ചിട്ടാണ് ഇക്കാര്യം. ഇപ്പോൾ സ്വർണ്ണപ്പാളികളുടെ മിനുസം കുറഞ്ഞു പോയി, അതുകൊണ്ട് സ്വർണം പൂശണം, ഈ നിർദ്ദേശം തന്ത്രിയിൽ നിന്നുണ്ടായതാണ് എന്ന് വരുമ്പോൾ എന്തുകൊണ്ട് തന്ത്രിയെ ഒഴിവാക്കി നിർത്തണം? ഈ അഡ്മിനിസ്ട്രേറ്റീവായ ഭരണപരമായ ഒരു തീരുമാനം തന്ത്രി എടുത്തില്ല എന്നുള്ള എക്സ്ക്യൂസ് വെച്ചുകൊണ്ട്. മറ്റൊരു കാര്യം, മഹസറിൽ ഒപ്പിടുന്ന ആൾ കൂടിയാണല്ലോ തന്ത്രി. അല്ല, മഹസർ ഒപ്പിടുക എന്ന് പറയുന്നതും സാക്ഷിയായിട്ട് ഒപ്പിടുക എന്ന് പറയുന്നതിനൊക്കെ വളരെ വളരെ ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമേ ഉള്ളൂ.
അതൊരു വിറ്റ്നസ് എന്ന് പറയുന്ന രീതിയിലത്തേക്കുള്ള ലയബിലിറ്റിയാണ്. ഇത് ലീഗലി അതിന് അത്രത്തോളം വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ മറ്റേത് പിന്നെ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ അറ്റകുറ്റപ്പണി ആവശ്യമുണ്ട് എന്ന് തന്ത്രി പറയുന്നത് ഒരിക്കലും ഒരു കുറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമോ അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതിന്റെ നിർബന്ധമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന തെളിവോ ഒന്നുമല്ല. അതായത് ശബരിമലയിലെ ദ്വാരപാലകരുടെ ഭാഗത്ത് അവിടെ ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ അവരെന്താണ് ഫയലിൽ എഴുതിയിരിക്കുന്നത്, അവിടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഭക്തർ അവിടെ നിന്ന് കാണിക്ക് എറിയുന്നത് കൊണ്ട്, നാണയത്തൊട്ടുകൾ എറിയുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഈ കേടുപാടുകൾ വരുന്നത്. അത് തന്ത്രി എന്നല്ല, നമ്മളാണെങ്കിൽ അവിടെ തൊഴാൻ പോകുന്നത് നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് ഇതിന് പ്രശ്നമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് നമ്മൾ പറയും. അതേപോലെ ശ്രീകോവിലിലെ കതവ് ചേർന്ന് അടയുന്നില്ല എങ്കിൽ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ, പൂർണ്ണമായിട്ട് ചേർന്ന് അടയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്ത്രിക്ക് അത് പിന്നെ ലീഗലായിട്ട് തന്നെ അവിടെ റേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് തനിത്തങ്കമാണ് ശബരിമല ശ്രീകോവിൽ എന്നുള്ള കാര്യം തന്ത്രിക്ക് അറിയാവുന്നതാണല്ലോ. ഇതേ തന്ത്രി തന്നെ 1998 ഉണ്ടായിരുന്നു. അതെ 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 അതല്ലെന്ന് തന്ത്രിയുടെ അഭിപ്രായം എന്നും വന്നിട്ടുമില്ലല്ലോ. ഒരു സ്ഥലത്തും ഇത് തങ്കമല്ല എന്നോ അല്ലെങ്കിൽ അത് ചെമ്പാണ് എന്നുള്ള രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായവും ഏതെങ്കിലും തന്ത്രിയുടേതായിട്ട് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ തനി തങ്കമാണ്, അത് അങ്ങനെ കറുത്തു പോകില്ല, മിനുസം കുറയില്ല എന്ന് എന്തുകൊണ്ട് തന്ത്രിക്ക് ഒരു ഉൾവിളി ഉണ്ടാകുന്നില്ല, തോന്നൽ ഉണ്ടാകുന്നില്ല? അല്ല, അത് അവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നമുക്കറിയുന്നത് എന്താണ്? നമുക്കറിയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുതൽ തയ്യാറാക്കിയിരിക്കുന്ന രേഖകളിലുള്ള കാര്യമാണ്. അതിന് തൊട്ട് മുമ്പാണ് തന്ത്രിയുടെ ഇൻവോൾവ്മെന്റ്. അതായത് വൺസ് ഈ ഫയൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ തന്ത്രി ഒരു ഭാഗത്തും വരുന്നില്ല. മറിച്ച് ഇവിടെ ഇങ്ങനെ ഒരു അറ്റകുറ്റപ്പണി ആവശ്യമുണ്ട് എന്ന് തന്ത്രി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയും ആ ഫയൽ പിന്നീട് പൂർണ്ണമായിട്ടും ഇതിന്റെ കസ്റ്റോഡിയൻസ് ആയിട്ടുള്ള ദേവസ്വത്തിന്റെ ഭരണസമിതിയിലേക്ക് വരെ പോവുകയുമാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഭാഗത്തും തന്ത്രി ഇൻവോൾവ് ആകുന്നില്ല. അത് പൂർണ്ണമായിട്ടും തിരുവാഭരണത്തിന്റെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള ദേവസ്വം ബോർഡാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്ത്രിയെ സംശയിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന കാരണത്താൽ തന്ത്രി ഇതിലൊരു കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള നമുക്ക് സാധിക്കില്ല, കാരണം തന്ത്രിയെ അങ്ങനെ പ്രതിക്കൂട്ടിലാക്കുന്ന രേഖകൾ ഒന്നുമില്ല. പക്ഷെ തന്ത്രിക്ക് അറിയാമായിരുന്നു ഇത് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്ന്. തന്ത്രിക്ക് അറിയാമായിരുന്നു ഇത് തങ്കമാണ്, പക്ഷെ അത് കറുത്തുപോയി എന്നുള്ള കാര്യം. അതെങ്ങനെ കറുത്തുപോയി ഇല്ലയോ എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. കാരണം 2019 തന്നെ ഇത് കറുത്തുപോയല്ലോ, മിനുസം കുറഞ്ഞല്ലോ, അപ്പോൾ സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയി. അപ്പോൾ തന്ത്രിക്ക് അവിടെ ഒരു കാര്യമുണ്ട്. അതായത് ഇത് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഇൻസ്പെക്ഷൻ നടക്കുന്നതായിട്ടോ അതിന് അറ്റകുറ്റപ്പണി വേണമെന്ന് തീരുമാനിക്കുന്നതായിട്ടോ അത് സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതോ ഒക്കെ തന്ത്രി അറിയാതെ ഒരിക്കലും നടക്കില്ല. അത് തന്ത്രി എന്നല്ല, അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അത് വിത്ത് ഡ്യൂ പെർമിഷനോട് കൂടിയിട്ടാണോ, അതിന് പൂർണ്ണമായിട്ടുള്ള അനുമതി ഉണ്ടോ, ആ അനുമതി കൊടുക്കേണ്ടത് ആരാണ്, ഇതൊന്നും തന്ത്രി ഒരാളും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. തന്ത്രി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയേണ്ട ആളല്ലേ? വൺസ് ഒരു തവണ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ശരി ഇത് അറ്റകുറ്റപ്പണി ആവശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിലും തന്ത്രി ഇടപെടേണ്ട എന്നുള്ളതാണോ? എങ്ങനെയാണ്? 18 ഞാൻ അവിടെയുണ്ട്. ഇത് പതിപ്പിക്കുമ്പോൾ സ്വർണം പൂശിയല്ലേ ചെയ്ത്, പതിപ്പിക്കുക. 18 98 1998 അല്ലേ? 1998 99 അല്ലേ? അതെ. അപ്പൊ ആ സമയത്ത് വിജയ് മല്ലയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ വന്ന് ദേവസ്വം ബോർഡിലെ എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൽ പതിക്കുക ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ബോധ്യം ദേവസ്വത്തിന്റെ ശബരിമലയിലെ തന്ത്രിക്ക് അറിയാവുന്നതാണ്. തന്ത്രി അത് കണ്ടില്ലെന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ കസ്റ്റോഡിയൻ അല്ല, അങ്ങേർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെങ്കിൽ ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹം നാളെ ഒരു അവസ്ഥയിൽ കണ്ടില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ? പറയാൻ പറ്റിയില്ലേ കസ്റ്റോഡിയൻ ആണോ വിഗ്രഹത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്? അല്ല, അതറിഞ്ഞു, അതിൻ്റെ മൂല്യം കുറഞ്ഞു എന്ന് മനസ്സിലാക്കി അത് പുറത്തു പോയപ്പോൾ അതാരാണ് അതിന് ഉത്തരവാദി, ഇതിൻ്റെ മേൽ നടപടി എടുക്കേണ്ടതെന്ന് അദ്ദേഹം ചോദിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം തന്ത്രി എന്ന് പറയുന്നത് കർമ്മി മാത്രമല്ല, സർവാധിപതി ആ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും, പൂജാവിധാനത്തിലും അവിടുത്തെ വിഗ്രഹത്തിൻ്റെ സംരക്ഷണത്തിലും അതിൻ്റെ കാര്യങ്ങളിലും പൂർണ്ണമായ ഒരു മേൽനോട്ടവും അതിന്റെ നിയന്ത്രണവും ഉൾക്കൊള്ളുന്ന ആളാണ് തന്ത്രി. പക്ഷെ ദേവന്റെ സ്വത്ത് ദേവസ്വം ബോർഡിന്റേതാണ്. കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡാണ്. മഞ്ജുഷ, അത് തന്നെയല്ല ശ്രീകോവിലിനുള്ളിലുള്ള കാര്യത്തിനും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് ഞാൻ പറഞ്ഞു,
ശ്രീകോവിലിനുള്ളിലുള്ള കാര്യത്തിന് തന്ത്രിയാണ് റെസ്പോൺസിബിലിറ്റി. നാളെ അയ്യപ്പന്റെ വിഗ്രഹം കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വം എന്നല്ല പറയേണ്ടത്. അത് തന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്, മേൽശാന്തിയുടെ ഉത്തരവാദിത്തമാണ്. ശ്രീകോവിലിനുള്ളിലേക്ക് ആക്സസ് ഉള്ള ആൾക്കാർ ആരൊക്കെയുണ്ടോ അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ശ്രീകോവിലിന്റെ അല്ല ഞാൻ പറയട്ടെ, ഇപ്പോൾ വാതിൽ എന്ന് പറയുന്നത് ശ്രീകോവിലിന്റെ വാതിലാണല്ലോ. കട്ടിളപ്പാളി എന്ന് പറയുമ്പോൾ ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയാണ്. ഉള്ളിലല്ല, അതിലേക്ക് മറ്റുള്ള ആൾക്കാർക്ക് ആക്സസ് ഉണ്ട്. ഇത് തന്ത്രി അകത്ത് പൂട്ടി വെച്ചിട്ട് പോകുന്ന സാധനമല്ല. മറിച്ച് ശ്രീകോവിലിന്റെ താക്കോലടക്കം ഓരോ സീസൺ സമയത്ത് അത് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ആചാരപരമായിട്ടാണ്. ശ്രീകോവിലിന്റെ താക്കോലടക്കം സൂക്ഷിക്കുന്നത് ആരാണ്, അതിന്റെ കസ്റ്റോഡിയൻ ആരാണ്, അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ആരുടേതാണ്. അപ്പൊ തന്ത്രി ഇത് പൂട്ടിയിട്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും പോയി ആ വാതിൽ പാളിയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ ചുരണ്ടിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്ന തന്ത്രി അറിയുമോ? അവിടെ അദ്ദേഹത്തിന്റെ വാസസ്ഥലത്തിരിക്കുന്ന തന്ത്രി അതറിയുമോ? അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്ത്രിക്ക് അറിയാം, തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ള കാര്യവും തന്ത്രിക്ക് അറിയാം. ഇതേ തന്ത്രിക്ക് തന്നെ 98-99 കാലഘട്ടത്തിൽ അവിടെ തനി തങ്കം പതിപ്പിച്ചു, പൂശുകയല്ല, തനി തങ്കം ക്ലാഡ് ചെയ്തു എന്നുള്ള കാര്യവും ഇതേ തന്ത്രിക്ക് അറിയാം. അപ്പോൾ തന്ത്രിക്ക് ഇത് കൊണ്ടുപോയത് എന്തിനാണ് എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ള ഒരു വലിയ ചോദ്യം തന്നെയാണ് തന്ത്രി സംശയത്തിലാവുന്നത്. അനിൽ പിള്ളை, താങ്കൾ ഏത് പക്ഷത്താണ്? തന്ത്രിയെ സംശയം നിഴലിലാക്കണോ വേണ്ടയോ? അല്ല, തീർച്ചയായിട്ടും ഇതിനകത്ത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിനകത്ത് മയർകുന്നൻ രാമനായർ സാർ പറഞ്ഞതിനകത്ത് കുറെ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ സാധാരണ ഭക്ത സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം സംശയം ഉളവാക്കുന്ന കാര്യങ്ങളുമുണ്ട് ഇതിനകത്ത്. കാരണം ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ള തന്ത്രിയാണ്. ദേവസ്വം ബോർഡ് അംഗങ്ങളും മെമ്പർമാരും ഒക്കെ 1-2 വർഷക്കാലത്തേക്ക് വരുന്നു. ദേവസ്വം ബോർഡ് ജീവനക്കാരൻ 2-3 വർഷമൊക്കെ ഡ്യൂട്ടി ചെയ്യുന്നു. മേൽശാന്തി ഓരോ വർഷവും മാറുന്നു. പക്ഷേ ഓർമ്മ വെച്ച നാൾ മുതൽ ശബരിമലയെ കാണുകയും അവിടുത്തെ സംഭവങ്ങളെ പറ്റി കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളത് തന്ത്രി തന്നെയാണ്. തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ഒരു പെർപെച്വൽ ആയിട്ടുള്ള മൈനറുടെ ഗാർഡിയൻ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് നിയമം അനുസരിച്ചുകൊണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശ്രീകോവിലിന്റെയും അതിന്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി ദിവസവും കാണുകയും അനുഭവിക്കുകയും അവിടെ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ എന്തൊക്കെയാണ്, അവിടുത്തെ സവിശേഷതകൾ എന്നുള്ള കാര്യങ്ങളെ പറ്റി 100% കൃത്യമായി മനസ്സിലാക്കുകയും പറയുകയും ചെയ്യാൻ കഴിയുന്ന വ്യക്തി തന്ത്രിയാണ്. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം മാനുവൽ എന്താണെന്ന് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അറിയാമായിരിക്കുമല്ലോ. ഈ ദേവസ്വം മാനുവൽ അനുസരിച്ചുകൊണ്ട് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദേവചൈതന്യമുള്ള ഒരു വസ്തുവിന്റെ നിർമ്മാണമോ മെയിൻ്റനൻസോ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് തന്നെ നടക്കണമെന്നുള്ള കാര്യം തന്ത്രിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ഈ കേസിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 2 കാലഘട്ടത്തിലും വിജയമല്യ സ്വർണം പതിച്ച ആ കാലഘട്ടത്തിൽ മാത്രമേ ശബരിമല സന്നിധാനത്ത് വെച്ച് അല്ലെങ്കിൽ പമ്പയിൽ വെച്ച് അതിന്റെ ക്ലാഡിംഗ് വർക്കുകൾ നടന്നിട്ടുള്ളൂ. ബാക്കി 2 തവണ 2019 ആ ജോലി അവിടെ നടത്താമെന്ന് അന്നത്തെ ഉദാഹരണം അല്ലെ അത് തെളിയിക്കുന്നതാണ്. അതെ ഈ നമ്മൾ പറയുന്ന ഈ ചർച്ചയ്ക്ക് വിഷയമായ കാലഘട്ടത്തിൽ അപ്രകാരം അവിടുത്തെ ഈ ശ്രീകോവില് ഇളക്കിയെടുത്ത് സ്വർണം പൂശാനോ സ്വർണം അടിച്ചെടുക്കാനോ കൊണ്ടുപോയ സമയത്ത് തീർച്ചയായിട്ടും അത് ശബരിമല സന്നിധിയിൽ വെച്ച് നടത്തിയിട്ടില്ല എങ്കിൽ തന്ത്രിയുടെ ശ്രദ്ധയിൽ അത് പെട്ട് കാണുമല്ലോ. അപ്രകാരം ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്ത്രി ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ കാണിച്ചിരിക്കുന്നത് തെറ്റാണ്, അജ്ഞാപൂജ പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട്, അത് നിയമവിരുദ്ധമായതുകൊണ്ട് അദ്ദേഹം അക്കാലത്തെ സ്പെഷ്യൽ കമ്മീഷണറെയോ ദേവസ്വത്തിനെയോ രേഖാമൂലം അറിയിക്കണം. ഈ കാണിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല, നിയമവിരുദ്ധമായിട്ടുള്ള പ്രക്രിയയാണെന്ന് ബോധിപ്പിക്കേണ്ട ബാധ്യത തന്ത്രിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും അപ്രകാരം ഒരു സാഹചര്യം സംഭവിച്ചതായി കാണുന്നില്ല. അതൊക്കെയാണ് സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന് പറയുന്നത് തന്നെ പത്മകുമാർ സൂചിപ്പിക്കുകയുണ്ടായി. നിയമത്തിന്റെ കണ്ണിൽ തന്ത്രി ചെയ്ത പ്രവൃത്തിക്ക് കുഴപ്പമുണ്ടാകില്ല, രേഖകളില്ല അല്ലേ? അല്ല, നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയാണ് ഈ സംഭവങ്ങൾ 2025 ആവർത്തിക്കാൻ സാഹചര്യം ഒരുക്കിയത് വളരെ കൃത്യമാണ്. കാരണം അദ്ദേഹം 2019 തന്നെ ഇപ്രകാരമുള്ള ഒരു പ്രശ്നം ദേവസ്വം മാനുവലിന് വിരുദ്ധമായിട്ടുള്ള നടപടികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി അറിയിക്കേണ്ടവരെ അറിയിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിൽ ഇപ്രകാരം 2025 സംഭവിക്കില്ല. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ തന്ത്രിയും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും കൃത്യമായി അറിയാവുന്ന കാര്യം തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ എല്ലാ രീതിയിലും അഴിഞ്ഞാടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിൽ ഒരു വ്യക്തി ഈ തന്ത്രി തന്നെയാണ്. നമ്മൾ ഹിന്ദു മതത്തിനെ സംബന്ധിച്ച് സെമറ്റിക് മതങ്ങളിലൊക്കെ മതപുരോഹിതന്മാരുണ്ട്.
പക്ഷെ ഹൈന്ദവ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം മത പുരോഹിതൻ ഇല്ലാത്തതുകൊണ്ട് ഈ തന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ പ്രാമുഖ്യമുണ്ട്. അതുകൊണ്ടാണ് സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുന്ന സാഹചര്യം തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇന്ന് അദ്ദേഹം പത്രക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എന്തോ ഒരു ഭയപ്പാട് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് സാധാരണ ജനങ്ങൾക്ക് താങ്കൾ പറഞ്ഞത് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഒരു പരാതി ഉണ്ടായിരുന്നു. ഒരു SC ശങ്കരൻ നമ്പൂതിരി എന്നുള്ളയാൾ, അദ്ദേഹം ശബരിമലയിലെ മുൻ മേൽശാന്തിയുമായിരുന്നു. അദ്ദേഹം വിജിലൻസിന് കൊടുത്തതായിട്ടുള്ള ഒരു പരാതി മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിയതാണ്, താങ്കളും അത് വായിച്ചിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അതിനകത്ത് അദ്ദേഹം ഈ പറയുന്ന ബന്ധമാണ് പറയുന്നത്. തന്ത്രിയും ശബരിമല തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം, അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നയാൾ തന്ത്രിയാണ് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ചിലപ്പോൾ ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്കായിരിക്കും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘവും പോയിരിക്കുക എന്ന് നമുക്ക് അനുമാനിക്കാം. എന്താണ് പ്രത്യേക സംഘത്തിന് മുന്നിൽ പറഞ്ഞതെന്നൊന്നും തന്ത്രി പറയുന്നില്ല. അദ്ദേഹം പറയുന്നു എനിക്കതിൽ പരിമിതികളുണ്ട്, നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന്. അപ്പോൾ ഈ അന്വേഷണം നിസ്സാരമല്ല എന്നിപ്പോൾ കരുതാം, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവതാരത്തിന് ശബരിമലയിൽ എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കി കൊടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി തന്ത്രി തന്നെയാണ്. കാരണം തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അദ്ദേഹത്തിന്റെ ബാംഗ്ലൂരിൽ ശാന്തിയായിരുന്ന ആ ക്ഷേത്രത്തിലെ താന്ത്രിക കാര്യങ്ങൾ നോക്കിയിരുന്നതും ഇദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള തന്ത്രി തന്നെയാണ്. ഈ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാ ഭാഷകളും കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ചിലപ്പോൾ മലയാളമോ അത്യാവശ്യം തമിഴൊക്കെ അറിയായിരിക്കും. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഷകളും ഭംഗിയായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഇദ്ദേഹവും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമുണ്ട് എന്നുള്ളത് പൊതുസമൂഹം വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രതിസ്ഥാനത്താക്കണമെന്നൊന്നും അല്ല നമ്മൾ ആരും പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സംശയത്തിന് അതീതനായിട്ട് അദ്ദേഹം ശ്രീജിത്ത് പണിക്കർ, ഇങ്ങനെ സംശയം ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന് ചുറ്റും. അതിൽ ഈ നിയമപരമാണോ എന്ന് ചോദിച്ചാൽ അതിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ എന്നും നിയമവഴികൾ ഉണ്ടായിരിക്കില്ല. പക്ഷേ വിശ്വാസികൾക്ക് അതല്ലല്ലോ വേണ്ടത്. അദ്ദേഹം പൂർണ്ണമായിട്ടും സംശയ നിഴലിൽ ഉണ്ടാകരുത് എന്നതാണല്ലോ. അപ്പോൾ അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. പക്ഷെ അദ്ദേഹം നിയന്ത്രണമുണ്ടെന്നാണ് പറയുന്നത്. അല്ല, നോക്കൂ, നമ്മളിവിടെ കുറച്ചു പേരിരുന്ന് ഊഹിച്ച് തന്ത്രി അങ്ങനെ ചെയ്തില്ല, തന്ത്രി ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രിയെ കുറ്റപ്പെടുത്തുന്നതോ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അസസ് ചെയ്തുകൊണ്ട് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഊഹിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ട്, തന്ത്രിയെ നിങ്ങൾ എന്തുകൊണ്ട് സംശയിക്കുന്നു? എന്താണ് അദ്ദേഹത്തിന്റെ ഇതിലെ വീഴ്ച? ആ കാര്യത്തിന് പോയിന്റഡ് ആയിട്ടുള്ള മറുപടി പറയൂ. ഇന്ന കാരണത്താൽ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പുറത്ത് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു കാരണത്തിലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിയമപരമായി നോക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ല, വേണ്ടത് ആ വിശ്വാസമാണല്ലോ, തന്ത്രിയിലുള്ള വിശ്വാസമാണല്ലോ. കാണിച്ച കാര്യം അത് ഞാനും അത് ചോദിക്കുകയാണ്. കാരണം ഈ 2019 സ്വർണം പൂശുവാൻ കൊടുത്തുവിട്ടു. അപ്പോൾ ആ സമയത്ത് ഈ സ്വർണ്ണപ്പാളികളിൽ അന്ന് തനി തങ്കമായിരുന്നല്ലോ എന്നുള്ള കാര്യം തന്ത്രി എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നുള്ളതുണ്ട്. പിന്നെ 2025 വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തുവിട്ടപ്പോൾ അതെങ്ങനെ മങ്ങിപ്പോയി എന്നുള്ള ചോദ്യം ഉണ്ടായില്ല. ഇനി ചോദ്യം ഉണ്ടായോ എന്നറിയില്ല. അതൊക്കെ പറയേണ്ടത് തന്ത്രിയാണ്. അപ്പോൾ തന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ തുറന്നു പറയണം. അതിന് അദ്ദേഹത്തിന് എന്ത് നിയന്ത്രണമാണുള്ളത്? അദ്ദേഹത്തെ ഒരു തരത്തിലുള്ള നിയമ തടസ്സങ്ങളും അദ്ദേഹത്തിനില്ല. അദ്ദേഹം പ്രതിയല്ല. മഞ്ജുഷ് ഇവിടെ ചില കാര്യങ്ങൾ മഞ്ജുഷ് ഊഹിച്ചിട്ട് അദ്ദേഹം പറഞ്ഞോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്നാ പറയുന്നത്. ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അതായത് അദ്ദേഹം അങ്ങനെ ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം ഇപ്പോ അന്വേഷണ സംഘത്തിനോട് അത് പറഞ്ഞിട്ടുണ്ടോ? ഈ കാര്യത്തിനെ കുറിച്ച് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞത്, നമുക്കറിയാത്ത സോളിഡായിട്ട് ഒരു കാര്യം നമ്മുടെ മുന്നിൽ ഇല്ലാതിരിക്കുന്ന വിശ്വാസത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരാളിനെ വെറുതെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതും വിശ്വാസികൾ ഇഷ്ടപ്പെടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് സോളിഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകണം. ഇപ്പൊ ഈ പറയുന്നതനുസരിച്ച് നമ്മൾ ഈ 2019 2025 സംഭവം എടുത്ത് നോക്കൂ. അവിടെ നിന്ന് ശബരിമലയിലെ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ തന്നെ ഇത് ചെയ്യണമെന്നുള്ള കാര്യത്തിനെ പറ്റി തന്ത്രിക്കും അറിയാം. അത് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുന്നു. ആ സമയത്ത് തന്ത്രി ആരോടെങ്കിലും ചോദിച്ചാൽ എന്താണ് തന്ത്രിക്ക് കിട്ടുന്ന മറുപടി? ദേവസ്വം ഭരണസമിതിയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അപ്രൂവൽ ഇതിലുണ്ട്, അങ്ങനെ പുറത്ത് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യവസ്ഥാപിതമായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. താങ്കൾ ഓർക്കുന്നുണ്ടാകും, ശ്രീ കെ ജയകുമാർ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാൻ പാടില്ലേ എന്നുള്ളതാണ് 2025 സംഭവിച്ചപ്പോൾ. കാരണം ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ അറിഞ്ഞിരുന്നില്ല എങ്ങനെ കൊണ്ടുപോകുന്നത്. എന്റെ മഞ്ജുഷെ നിങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്തമെല്ലാം തന്ത്രിയെ ഏൽപ്പിക്കുകയാണ്. അതായത് ദേവസ്വത്തിന്റെ ഭരണസമിതിയുടെ ഉത്തരവാദിത്തം നിങ്ങൾ തന്ത്രിയെ ഏൽപ്പിക്കുന്നു. മാനുവൽ നോക്കിയിട്ട് ചെയ്യേണ്ടത് തന്ത്രിയാണെന്ന് പറയുന്നു. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അതിനാണെന്ന് അവിടെ ശമ്പളം കൊടുത്ത ആൾക്കാരെ നിർത്തിയിരിക്കുന്നത്. ദേവസ്വത്തിന്റെ സ്റ്റാഫ് മുഴുവൻ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം
ഏറ്റവും പ്രധാനമായിട്ട് ഭരണസമിതിക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അതിന് ഞാൻ ചോദിക്കുന്നത് ഇതാണ്. കമ്മീഷൻ അവർക്കൊപ്പം തന്ത്രിയുമില്ലേ എന്നുള്ളതാണ്. അല്ലെ തന്ത്രി പ്രൈം അക്യൂസ്ഡ് എന്നുള്ള രീതിയിലല്ല, തന്ത്രി സംശയ രീതിയിലാണ് പറയുന്നത്. അങ്ങനെയല്ല. ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു, അദ്ദേഹം സംശയത്തിന്റെ നിഴലിലാണെന്ന് പറയുന്നു. പക്ഷെ എന്തുകൊണ്ട് ഞാൻ അത് പറയണം എന്നുള്ളതാണ് എനിക്ക് കൺവിൻസിംഗ് ആയിട്ട് വേണ്ടത്. ഇപ്പൊ വാസുവിന്റെ കാര്യത്തിലോ മുരാരി ബാബു ഏറ്റവും താഴത്തെ ഉദ്യോഗസ്ഥനാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ശ്രീകുമാർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ കേസിൽ എന്താണ് വന്നിരിക്കുന്നത്, അവരുടെ വീഴ്ച എന്താണ്, അവരെന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ചോദിക്കുന്നത്, ദേവസ്വം ഭരണസമിതി തീരുമാനിച്ച് ശബരിമലയിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തിരുന്ന അഭിമുഖത്തിൽ ശ്രീ കെ ജയകുമാർ പറഞ്ഞ എന്താ? നോക്കൂ, ശബരിമലയിൽ നടന്നിരിക്കുന്നത് സാങ്കേതികമായിട്ടാണെങ്കിലും പ്രായോഗികമായിട്ടാണെങ്കിലും സ്വർണ്ണക്കൊള്ളയല്ല. എന്തുകൊണ്ട് സ്വർണ്ണക്കൊള്ളയല്ല? കാരണം ഇതെല്ലാം അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗം വഴി അവർ പ്രൊസീജിയറലായിട്ട് ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ലെജിറ്റിമേറ്റ് ആയിട്ട് നടത്തിയിരിക്കുന്ന ഒരു തട്ടിപ്പാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, തന്ത്രി എവിടെ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും തന്ത്രിയോട് പറയുക? ഇതിന് അനുമതിയുണ്ട്, ഭരണസമിതിയുടെ അനുമതിയുണ്ട്. ഉടനെ നമ്മൾ പറയുന്നത് എന്താ? തന്ത്രി ഉടനെ മുൻകൈ എടുത്തിട്ട് പോയി ഇത് സ്പെഷ്യൽ കമ്മീഷണറുടെ ഉത്തരവുണ്ടോ എന്ന് അന്വേഷിക്കണം, തന്ത്രി ഇതിനെ കോടതിയിൽ ചോദിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ചുമതല എന്താണെന്ന് നോക്കൂ. തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രത്തിന്റെ കസ്റ്റോഡിയനാണ് തന്ത്രി. ഇപ്പൊ നേരത്തെ ഇവിടെ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ സത്യം പറഞ്ഞ അസംബന്ധമാണ്. അതായത് ഒരാളും ഇതൊന്നും തൊടരുത്, തൊട്ടാൽ അശുദ്ധിയാവുമെന്ന്. ഇപ്പൊ SIT ശബരിമലയിൽ സന്നിധാനത്തിൽ വന്നിട്ട് ഇതെല്ലാം തൊടുകയെടുക്കുകയും അതിന്റെ മെഷർമെന്റ് എടുക്കുകയും അത് ഉരച്ചു നോക്കിയിട്ട് അതിനകത്തുള്ള സ്വർണത്തിന്റെ അളവെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടോ? അശുദ്ധമായോ? അതൊന്നും അശുദ്ധമൊന്നുമല്ല. എന്തിനാണ് ഈ അശുദ്ധം? ശ്രീകോവിലിൽ കയറി വിഗ്രഹത്തിൽ തൊട്ടാൽ അവരെ ദ്വാരപാലകരെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അതിനകത്തൊന്നും അശുദ്ധിയൊന്നുമില്ല. അവിടെയുള്ള സ്വർണ്ണ പാളികളിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അതിനകത്തിൽ അശുദ്ധിയൊന്നുമില്ല. വിഗ്രഹത്തിന്, അതായത് ശ്രീകോവിലിനുള്ളിലുള്ള കാര്യങ്ങളോ തന്ത്രപരമായി പ്രാധാന്യമുള്ള കാര്യങ്ങളിലുള്ള അശുദ്ധി പോലെ അല്ല മറ്റുള്ള കാര്യങ്ങളിൽ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അതല്ലാതെ വെറുതെ ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു അവിടെ ഒരു കുട്ടി മൂത്രം ഒഴിച്ചാൽ, കുട്ടി മൂത്രം ഒഴിച്ചതുപോലെയാണോ പിന്നെ അവിടുത്തെ ദ്വാരപാലക പാളികളിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ SIT എങ്ങനെയാ തൊട്ടത്? SITക്ക് അവിടെ തൊടാനുള്ള പെർമിഷൻ കൊടുത്തിരുന്ന തന്ത്രിയാണല്ലോ. അപ്പൊ തന്ത്രി എന്ത് പറഞ്ഞു? നിങ്ങൾ പൂണൂലിട്ടിട്ട് നിങ്ങൾ ഇന്ന മന്ത്രം ജപിച്ചിട്ട് വന്ന് തൊടണമെന്ന് പറഞ്ഞോ? ഇല്ല. ഞാൻ പറയുന്നത് മിസ്പ്ലേസ്ഡ് ആയിട്ട് നമ്മൾ പറയരുത്. തന്ത്രിയെ സംശയിക്കണമെങ്കിൽ സംശയിക്കാം, തന്ത്രിയെ സംശയത്തിന്റെ നിഴലിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ഇന്ന ഒരു കാരണത്താൽ അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മനസ്സിലാക്കും. ഞാൻ പറയുന്നത് അല്ല, അയ്യപ്പ വിഗ്രഹം കൊണ്ടുപോയാൽ മാത്രം തന്ത്രി അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് താങ്കൾ എത്തി നിൽക്കുന്ന ഒരു പോയിന്റ്. ബാക്കി ഒരു കാര്യത്തിലും അങ്ങനെയല്ല. തന്ത്രവുമായി ബന്ധപ്പെട്ട എന്തും അല്ല, തന്ത്രവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യവും. ഇനി അഥവാ ഞാൻ പറയട്ടെ, നാളെ ഒരു ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വരട്ടെ, തന്ത്രി പറഞ്ഞിട്ടാണ് ഈ ചെയ്തിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വരട്ടെ, ഞാൻ വിശ്വസിക്കാം. ശരി, അങ്ങനെ പത്മകുമാറിന്റെ മൊഴി വരട്ടെ, ഞാൻ വിശ്വസിക്കാം. അല്ല, ഞാൻ പറഞ്ഞത് ഇല്ലാതെ നമ്മൾ ഉണ്ടാകുമെന്ന് നോക്കരുത് മഞ്ജുഷ്. ഒരാളിനെ കുറ്റപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ അങ്ങനെ മൊഴി ഉണ്ടാകും എന്ന് ശ്രീജിത്ത് പണിക്കർ ഇവിടെ അടിവരയിട്ട് പറയുകയാണ്. കാരണം അങ്ങനെയല്ല, മൊഴി ഉണ്ടാകും എന്ന് നമ്മൾ ഊഹിച്ചതിന് ശേഷം ചെയ്യരുത്. ഉത്തരവാദിത്തം ഏറ്റാൽ മതി, അതല്ലാതെ ഞാൻ പറയുന്നത് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ കസ്റ്റോഡിയൻ അല്ല തന്ത്രി എന്നുള്ളതാണ്. പറ്റിയ ഇക്കാര്യത്തിൽ വർഷങ്ങളോളം ശബരിമലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളെന്ന നിലയ്ക്ക് താങ്കൾക്ക് ഇക്കാര്യത്തിൽ പിശക് വന്നോ സാങ്കേതികമായിട്ട്? മഞ്ജുഷ്, ഒരു സെക്കൻഡ് മഞ്ജുഷ്, ഞാൻ പറയുമ്പോൾ അത് പൂർത്തിയാക്കാൻ അനുവദിക്കുക. ഞാൻ പറയുന്ന പോയിന്റ്, തന്ത്രിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റിയുടെ അപ്പുറത്തേക്ക് തന്ത്രി അകാരണമായിട്ട് ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുകയോ അദ്ദേഹം അവിടെ എന്തെങ്കിലും അട്ടിമറി കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം കാണിക്കുന്നത് തെറ്റാണ്. പക്ഷെ നമ്മളിവിടെ ഈ പറഞ്ഞതുപോലെ തന്ത്രി ദേവസ്വം മാനുവൽ വായിച്ചിട്ടില്ലേ, തന്ത്രി സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദം ഉണ്ടോ എന്ന് നോക്കിയോ, ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം നമ്മൾ തന്ത്രിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ്. വിഗ്രഹം കട്ടുകൊണ്ട് പോയാൽ മാത്രമേ തന്ത്രി ഉത്തരവാദിയാവൂ. എന്റെ സ്നേഹിതൻ പണിക്കര് പറഞ്ഞതിനോട് എനിക്കുള്ള അഭിപ്രായം, ശബരിമലയിൽ എന്തെങ്കിലും ഒരു കാര്യം തെറ്റായി എന്ന് ബോധ്യം വന്നാൽ ദേവപ്രശ്നം വെച്ച് അനുജ്ഞ വാങ്ങി കാര്യങ്ങൾ നടത്തുന്ന നടപടിക്രമം മുൻകാലങ്ങളിലുള്ളത്. തന്ത്രിക്ക് ജാഗ്രത കുറവ് വന്നു എന്ന് പറയുന്നതിൽ ആർക്കാണ് വിമ്മിഷ്ടം? ജാഗ്രത കുറവ് വന്നില്ലെങ്കിൽ ഈ സാധനങ്ങൾ പുറത്തു പോയപ്പോൾ അദ്ദേഹത്തിന് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാമല്ലോ, ഇത് ഇന്ന പോലെ സംഭവിച്ചിരിക്കുന്നു, കട്ടിളപ്പാളികൾ ഇന്ന പോലെ. അദ്ദേഹത്തിന് ഒരു കാര്യം തീർച്ചയായിട്ടും അറിയാമല്ലോ, ആ ശ്രീകോവിലിന്റെ പാളികളും പീഠവും ദ്വാരപാലകന്മാരും തങ്കത്തിൽ പൊതിഞ്ഞതാണെന്നുള്ള കാര്യത്തിന് തന്ത്രിക്ക് വല്ല സംശയവുമുണ്ടോ?
അത് മാറ്റി ഒരു വ്യാജ രൂപം അവിടെ വന്നപ്പം അത് തെറ്റാണെന്ന് ബോധ്യം വന്ന അദ്ദേഹത്തിന് എല്ലാത്തിൻ്റെയും സർവാധിപതി തന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന് ദേവസ്വം ബോർഡുകാർക്ക് പോലും ഉപദേശിക്കാനും കത്ത് കൊടുക്കാനും ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനും പറയാനുള്ള അധികാരം തന്ത്രിക്കുണ്ട്. അവിടെ 18-ാം പടി പഞ്ചലോകം മുതൽ തന്ത്രവിധി പ്രകാരം ദേവപ്രശ്നം വെച്ചിട്ട ഈ സാധനങ്ങൾ വെളിയിൽ കൊണ്ടുപോയി അശുദ്ധി വരുത്തി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തപ്പോൾ ദേവപ്രശ്നം വെച്ചോ? ദൈവജ്ഞന്റെ അനുവാദം വാങ്ങിയോ? തന്ത്രിയെ നമ്മൾ കുറ്റം പറയുകയല്ല. തന്ത്രിയുടെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിച്ചു എന്ന് വ്യക്തമായി നമുക്ക് ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാജമായ പ്രവർത്തനങ്ങളുമായി അവിടെ നിന്നപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് അകറ്റി നിർത്തിയില്ല? അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന് അതിന്റെ മുഖ്യ കാർമ്മികനായി മന്ത്രിയോടൊപ്പം അവിടെ നിന്നതാരാണ്? നമ്മൾ ഈ TV കണ്ടതല്ല. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് കാര്യങ്ങൾ പറയരുത്. കാരണം ജാഗ്രത കുറവ് തന്ത്രിക്കുണ്ടായി. ആ ജാഗ്രത കുറവ് മറയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ന്യായങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഭരണസമിതിയുമായിട്ട് ചേർന്ന് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള CPM ഒരു പ്രമുഖ നേതാവ് കൂടിയാണല്ലോ A. പത്മകുമാർ. അദ്ദേഹത്തോടൊക്കെ ഒപ്പം ചേർന്ന് തന്ത്രി പ്രവർത്തിച്ചു ഇങ്ങനെയുള്ളൊരു തട്ടിപ്പിന് മനഃപൂർവ്വം. അങ്ങനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, പത്മകുമാറിനോട് ചേർന്ന പ്രവർത്തി ഈ തന്ത്രിമാരും മേൽശാന്തിമാരും ഒക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാർക്കും ഒക്കെ കീഴ്പ്പെട്ട. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ബാഹ്യമായ ചുറ്റുവലയം അവര് ശബരിമല ഉണ്ടാക്കും. അവരെ ചുറ്റിപ്പറ്റി കുറെ ആളുകളും അവിടെ ഉണ്ടായിരിക്കും. അവരുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മെമ്പർമാരെയും ഒക്കെ അവരെ തൃപ്തിപ്പെടുത്തി നിർത്തും. അതൊന്നും ഞാനിത് പറയുന്നില്ല. ചർച്ചയിൽ പറയാൻ വയ്യാത്ത ഒട്ടനവധി രഹസ്യങ്ങളുണ്ട്. അത് നമ്മൾ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ തന്ത്രി ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ കെടുകാര്യസ്ഥത അവിടെ നടക്കയില്ല. എനിക്ക് അടുത്ത കാലത്ത് പറയാനുള്ളത്, ശ്രീകോവിലിന്റെ ആണി ഇളകിപ്പോയി എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് അതിന്റെ മുകളിൽ ചില ആണികൾ പോലും മാറ്റിയിട്ടു. അതിന്റെ അകത്തും ദുരൂഹതയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, അതെന്താണ് ദുരൂഹത? താങ്കൾ എന്താണ് സംശയിക്കുന്നത്? ശ്രീ രാമൻ നായർ, താങ്കൾ എന്താണ് അതിൽ സംശയിക്കുന്നത്? എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ശ്രീകോവിലിൽ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ എന്ന് പറഞ്ഞ് ചില പണികൾ നടത്തിയിട്ടുള്ളതിൻ്റെ അകത്ത് ഈ സ്വർണ്ണപ്പാളി പോയ സാഹചര്യത്തിൽ എന്തെങ്കിലും കൃത്രിമത്വം നടത്തിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ശ്രീകോവിൽ ഒരു വിദഗ്ധ സമിതി പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ശ്രീകോവിലിലെ മറ്റു ഭാഗങ്ങളിലെ സ്വർണവും കൊണ്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവിൽ സമഗ്രമായ പരിശോധനയാണ്, ശാസ്ത്രീയ പരിശോധന വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശാസ്ത്രീയമായ പരിശോധന ശ്രീകോവിലിൽ നടത്തണം. ശരി, ശ്രീജിത്ത് പണിക്കർ, അദ്ദേഹം ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മളെക്കാളൊക്കെ പരിചയവും ഉണ്ട് ശബരിമലയിൽ. അല്ല, ഇത് പരിചയം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഞാൻ പറയുന്നത്, കട്ടിളയും കതകും ദ്വാരപാലക പാളിയും പുറത്തു കൊണ്ടുപോയത് എങ്ങനെ തന്ത്രി നോക്കി നിൽക്കുന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്ന, തന്ത്രി എന്ത് ചെയ്യണം? അവിടെ വന്ന് നെഞ്ചും പിരിച്ചിട്ട് കൈയും വെച്ച് അവിടെ നിൽക്കണോ? ലെജിറ്റിമേറ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നതെന്നേ. അതായത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ഇത് പേപ്പറിലാക്കി ഇതിന്റെ അപ്രൂവൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അവസാനം ദേവസ്വം ഭരണസമിതിയുടെ അപ്രൂവൽ എടുത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കൺകറൻസോട് കൂടിയിട്ടാണ് കട്ടിളയും കതകും ദ്വാരപാലക പാളികളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇത് ലെജിറ്റിമേറ്റ് തട്ടിപ്പാടെന്ന് പറയുന്നത്. അവിടെ തന്ത്രി എന്ത് ചെയ്യാനായിട്ട് കഴിയും? തന്ത്രി ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഇതെല്ലാം അപ്രൂവൽ ഉണ്ട്, ഇതാ പേപ്പർ പിടിച്ചോ എന്ന് പറയും. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ? തന്ത്രി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നമുക്ക് വേണമെങ്കിൽ പറയാം, തന്ത്രി ഞാനൊന്നും പറഞ്ഞില്ല, രാമനാരായണ എന്ന മട്ടിൽ ഇരിക്കും, അത്രയേ ഉള്ളൂ. കാരണം ഇത് സ്വർണം പൂശേണ്ട വസ്തുക്കളല്ല, അത് തനി തങ്കമാണെന്ന് അറിയാവുന്ന ഒരു തന്ത്രി, എന്നാൽ ശരി ഭരണസമിതി തീരുമാനിച്ചല്ലേ, കൊണ്ടുപോയി സ്വർണം പൂശിയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു എന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കാര്യത്തിൽ, നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇടപെടാം. മറ്റൊരു കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായം അവിടെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയും? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിവിടെ തന്ത്രിയുടേതല്ലാത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം തന്ത്രിയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഊഹിക്കുന്നതിൽ തെറ്റില്ല. നാളെ ഇത് ബലപ്പെടുകയാണെങ്കിൽ, അതിന് തെളിവുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരെ ആക്ഷേപിക്കാം.
നമുക്ക് ആൾക്കാരെ കുറ്റപ്പെടുത്താം. അതേപോലെ ഇത് അദ്ദേഹം പറഞ്ഞു, ഈ ദ്വാരപാലക പാളികളൊക്കെ തന്നെ വ്യാജ രൂപം അവിടെ കൊണ്ടുവച്ചുവെന്ന്. തന്ത്രി എങ്ങനെ അറിയുക? അവിടെ ഇരിക്കുന്നത് എക്സാക്ട് റെപ്ലിക്കാണ്. ഇപ്പോഴും പഴയതാണോ പുതിയതാണോ എന്നുള്ളതിനെ പറ്റി ആൾക്കാർക്ക് അറിയില്ല. അത് സാങ്കേതികമായിട്ട് പഠിക്കണം. അതായത് ടെക്നോളജി ഉപയോഗിച്ച് പഠിക്കേണ്ടിയിരിക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് തന്ത്രി അത് അറിയണമായിരുന്നു. എങ്ങനെ? സിക്സ്ത് സെൻസ് ആണോ? ഇനി അവിടെ സ്വർണ്ണമല്ല എന്ന് തന്ത്രിക്ക് 99 തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു അത് റിപ്ലിക്കയാണ് എന്നുള്ള കാര്യം. എനിക്ക് അല്ല, തനി തങ്കത്തിൽ പൊതിഞ്ഞ ശ്രീകോവിൽ ഇനിയിപ്പോൾ ഇളക്കി മാറ്റുവാനായിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത്രയും ഭാഗങ്ങൾ ഇളക്കിക്കൊണ്ട് പോയപ്പോൾ ഒരേ തന്ത്രി തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അതിന് പ്രശ്നം എന്താണെന്ന് പറയൂ. അവിടെ അത് ഇളക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹം സംശയ നിഴലിലാകുവാൻ അത് മതിയായ കാരണം തന്നെയാണ് ശ്രീത്ത്. അങ്ങനെയാണെങ്കിൽ ഇതിനോടകം അദ്ദേഹം പ്രതിയാകുമായിരുന്നല്ലോ. പ്രതിയാകാൻ പറ്റില്ല. അതിനകത്ത് നിയമപരമായിട്ട് പ്രശ്നമില്ല. നിയമപരമായി കാരണം സംശയത്തിന്റെ അങ്ങനെയൊന്നുമല്ല. സംശയത്തിന്റെ നിഴലിലാണോ എങ്കിൽ നിങ്ങൾ പ്രതിയായാൻ സാധ്യതയുണ്ട്. ഇതിൽ ആൾക്കാരെ എല്ലാം സംശയത്തിന്റെ നിഴലുള്ളവരല്ലേ മഞ്ജുഷ നിലവിൽ പ്രതികളെല്ലാം? അതോ അവർക്ക് എല്ലാവർക്കും അറിയില്ല കേട്ടോ. കൂടുതൽ ചോദ്യം ചെയ്യലോ മൊഴികളോ വന്നു ഞാനതാ പറയുന്നത് സംശയത്തിന്റെ നിഴലിലായിരിക്കുന്ന പ്രതിസ്ഥാനത്ത് വരുന്ന ഒരാളിനെ നമ്മൾ പറയുന്നത് പോലെ അല്ല പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടിട്ടില്ലാത്ത ഒരാളിനെ കുറിച്ച് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന വാസു ആയിക്കോട്ടെ, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന പത്മകുമാർ ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ ചെയ്തിരിക്കുന്ന കാര്യം എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് വന്ന് ഇവരെല്ലാവരും തന്നെ ആദ്യമേ സംശയത്തിന്റെ നിഴലിലായി പ്രതിസ്ഥാനത്ത് വന്നിരുന്ന ആൾക്കാരാണ്. ഞാൻ പറയുന്നത് അതെല്ലാം അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ അവർ അങ്ങേയറ്റത്തെ വീഴ്ച വരുത്തിയതിന്റെ പേരിലാണ്. ഇനി അതല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ 98, 99 അവിടെ പൂശിയിരിക്കുന്നത് സ്വർണ്ണമല്ല എന്നോ അവിടെ സ്വർണ്ണമാണ് പൂശിയിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നുവെന്നോ തന്ത്രി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഒരു തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇത്തരത്തിലുള്ള ബ്രാഹ്മണ കുടുംബങ്ങളിലെല്ലാം അവർ നിരവധി ക്ഷേത്രങ്ങളിൽ തന്ത്രമുള്ളവരായിരിക്കും. അവർ വിവാഹങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും കാർമ്മികത്വത്തിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചടങ്ങിൽ പോയിരിക്കുന്ന ആൾക്കാരെ എല്ലാം പിടിച്ചകത്തിടാൻ പറ്റുമോ? സന്നിധാനത്തെ ദേവസ്വത്തിന്റെ സ്പോൺസറാണ് ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാൻ മതിയായ കാരണം. സൗഹൃദത്തിന്റെ പ്രശ്നം എന്താ? സന്നിധാനത്തെ ദേവസ്വത്തിന്റെ സ്പോൺസറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലേ? അയാൾ ഇപ്പോ തട്ടിപ്പുകാരനായി മാറുന്നത് വരെ അയാൾ ആരാണ്? സന്നിധാനത്തെ ദേവസ്വത്തിന്റെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സ്പോൺസറാണ്. സന്നിധാനത്തുള്ള പല പരിപാടികൾ, അതായത് അവിടെയുള്ള മെയിൻ്റനൻസ് മാത്രമല്ല, അവിടെയുള്ള ഭാരിച്ച ലക്ഷക്കണക്കിന് രൂപ ചെലവുള്ള വഴിപാടുകൾ ഉൾപ്പെടെ നിരന്തരം ചെയ്യുന്നയാളാണ്. അവിടെ അന്നദാനം നടത്തുന്നയാളാണ്. അവിടെ 18-ാം പടിയുടെ ഇരുവശങ്ങളിലുള്ള മണി സ്പോൺസർ ചെയ്യുന്നയാളാണ്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ദേവസ്വത്തിന് വേണ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്പോൺസറെ തന്ത്രി മാത്രം ഒരു പ്രത്യേക കണ്ണോടുകൂടി കാണണം എന്ന് പറഞ്ഞ് നമ്മൾ ഈ വാസുവും പത്മകുമാറും ഒക്കെ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ. തന്ത്രി എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരിച്ചറിയും എന്നുള്ളതാണ് ആ ഒരു മഞ്ജുഷിന് തെറ്റിയത് അവിടെയാണ്. അല്ലല്ല മഞ്ജുഷെ, ഒരു സ്പോൺസർ വരികയാണെങ്കിൽ ആ സ്പോൺസറുടെ ആസ്തി എന്താണ്? ഇയാൾ ഇവിടെ കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് ഇയാൾക്ക് എവിടെയാണ് പണം? ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഈ കാര്യങ്ങൾ നോക്കാനായിട്ട് ചുമതലപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും. ശരിയാണ്, ഭരണസമിതി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആൾക്കാർ. നിങ്ങൾ പറയുന്നത് ഒരു സെക്കൻഡ്, നിങ്ങൾ പറയുന്നത് തന്ത്രി പോയിട്ട് ഇയാളുടെ ഫോം 16 എടുത്തിട്ട് ഇയാൾ എത്ര പൈസ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് തന്ത്രി നോക്കിയിട്ട് ദാ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോകണമെന്നാണ് പറയുന്നത്. അതിനാണ് ഇവിടെ ഉദ്യോഗസ്ഥരുള്ളത്. ഉദ്യോഗസ്ഥർ ലെജിറ്റിമേറ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്പോൺസറെ ഡേ 1 മുതൽ സംശയത്തോടു കൂടി തന്ത്രി നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്ത്രിയെ അനാവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കലാണ്. ഭരണസമിതി ഉണ്ട്. തന്ത്രിയെ അനാവശ്യമായി സംശയിക്കുകയൊന്നുമല്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ടല്ലോ. അദ്ദേഹം ഈ കളങ്കിത വ്യക്തിത്വങ്ങളുമായി ചേർന്ന് നമ്മുടെ ദേവസ്വ സംവിധാനം അനുസരിച്ചുകൊണ്ട് തന്ത്രിമാരൊക്കെ എപ്പോഴും സംശയത്തിന്റെ അതീതരായിട്ട് നിൽക്കണമെന്ന് തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ കേസിനകത്ത് തന്ത്രി രാജീവരുമായി ബന്ധപ്പെട്ട് ധാരാളം ആരോപണങ്ങൾ വരുന്നുണ്ട്. ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിനെ സംശയിക്കാനുള്ള തെളിവെന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ അവിടെ കൊണ്ടുവന്നതും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കളങ്കിതമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഒരു ക്രൈമിനകത്ത് നേരിട്ട് പങ്കാളിയാകണമെന്നൊന്നും നിർബന്ധിക്കാനൊക്കത്തില്ല. അതിനു വേണ്ടിയിട്ടുള്ള ചില ഗൂഢാലോചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ, ഇതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ബാക്കിയുള്ളവർക്കും ഒരുക്കി നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ അന്വേഷണം നടത്തിയതിനു ശേഷം നമുക്ക് അദ്ദേഹം കുറ്റാരോപിതനാണോ എന്ന്. പോറ്റി എന്നാ അവിടെ വന്നതെന്ന് പറയാമോ?
പോറ്റി എന്നാ അവിടെ വന്നതെന്ന് പറയാമോ? പോറ്റി 2007 കാലഘട്ടം തൊട്ട് തന്നെ ശബരിമലയിൽ ഉണ്ട്. അപ്പൊ താങ്കൾ പറയുന്നത് 11 വർഷം കഴിഞ്ഞിട്ട് പോറ്റി അവിടെ കൃത്രിമത്വം കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജീവര് 11 വർഷം മുമ്പ് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹം എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ അല്ല, അത് കോടതി അന്വേഷിക്കുന്നില്ലല്ലോ സാർ. അത് കോടതി അന്വേഷിക്കുന്നില്ലല്ലോ. കോടതി പറഞ്ഞെന്താ? അല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരിച്ചറിയുവാനായിട്ട് ഏറ്റവും നല്ല അവസരം ഉണ്ടായത് തന്ത്രിക്കാണ്. കാരണം തന്ത്രിയാണ് കൂടുതലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് കൂടുതൽ വർഷങ്ങളുടെ ബന്ധമുള്ളയാൾ. വർഷങ്ങളുടെ ബന്ധമുള്ളയാൾ തന്ത്രിയാണ്. ശ്രീ അനിൽ 2018-19 മുമ്പുള്ള കാര്യങ്ങളിലേക്ക് നിലവിൽ അന്വേഷണം പോകേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് കോടതിയാണ്. 2018-19 ശേഷം ഒരാളിന്റെ ക്യാരക്ടറും അയാൾ 11 വർഷം മുമ്പ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പിന്നെ കണ്ഠര് രാജീവര് വഴിയാണ് എന്ന് പറയുന്നത് ഫാർഫെച്ച്ഡ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ തെളിവ് കൊണ്ടുവരണം. ഇത്രയും കാലത്തിനിടയ്ക്ക് ശബരിമലയിൽ നടന്നിരിക്കുന്ന ഇന്ന തട്ടിപ്പുകളിൽ എനിക്ക് ഇപ്പൊ അല്പം മുമ്പ് ശ്രീ രാമൻ നായർ പറഞ്ഞില്ലേ, അതായത് ശ്രീകോവിലിനുള്ളിൽ ഇന്നതുപോലെ പണിക്ക് ആളെ കയറ്റിയിട്ടുണ്ട്, ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയൂ. 2010 ഇന്നതുപോലെ ചെയ്തു, 2012 ഇന്നതുപോലെ ചെയ്തു, അത് സംശയിക്കുന്നുണ്ട്, അത് തെളിയിക്കണം, അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം പറയാം. പക്ഷേ എന്ന് വെച്ച് തന്ത്രിക്ക് പൂർണ്ണമായിട്ടും തന്ത്രി ഒരു പ്രശ്നവുമില്ല, തന്ത്രി കൊടുത്ത നിർദ്ദേശങ്ങളെല്ലാം ശരിയായിരുന്നു. തന്ത്രിയുടെ ഏത് ഉത്തരവാദിത്തത്തിൽ ഏത് ചുമതലയിൽ അദ്ദേഹം വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. തന്ത്രി ഇന്ന കാര്യം ചെയ്തിരിക്കുന്നതിൽ വീഴ്ച വരുത്തിയത് എന്താ പറയാത്ത? നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ തന്നെ കുറ്റവാളികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുമ്പിൽ ഇവരൊക്കെ വരണമെന്നുള്ളതാണ് സാധാരണ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആവശ്യം. അത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത്. തന്ത്രി എന്ന് പറയുന്ന വ്യക്തി വലിയ ദിവ്യനൊന്നും ആകേണ്ട കാര്യമില്ല. അദ്ദേഹം സംശയത്തിന് അതീതനായി ഇരിക്കണം എന്ന് തന്നെയാണ് സാധാരണ ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് അദ്ദേഹത്തിന് ആരെങ്കിലും വിലക്കിയോ സത്യം പറയുന്നതിന്? SIT പറഞ്ഞുകൊണ്ട് ഞാൻ മിണ്ടത്തില്ല, SITയോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഹൈക്കോടതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. SIT ഈ കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന SITയോട് മാത്രമാണ്. കണ്ഠര് രാജീവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തന്ത്രിമാർക്കെല്ലാം തന്നെ ദേവസ്വം ബോർഡിനെ ഭയമാണ്, ദേവസ്വം മന്ത്രിമാരെ പേടിയുമാണ്. അവരുടെ അടുത്ത് കുനിയാൻ പറഞ്ഞ കാലേ കിടക്കുന്ന കക്ഷികളാണ് ഈ പറഞ്ഞതിലെല്ലാം തന്നെ. അതുകൊണ്ട് ഇവരൊക്കെ സംശയത്തിന് അതീതരായിട്ട് ഈ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കുറ്റമില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇതാണ് തെളിവ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പറഞ്ഞ ഒരു കാര്യമുണ്ട്. തന്ത്രിയെ സംശയ നിഴലിലാണെന്ന് നമ്മളെല്ലാം പറയുമ്പോൾ അതിനുള്ള മറുപടി എന്തിന് തന്ത്രി നൽകണമെന്നാണ്. വാജീവാഹനം കൊണ്ട് കയ്യിൽ വെച്ച് തർക്കമായപ്പോഴാണല്ലോ പറയുന്നത് ഞാൻ വേണ്ട അങ്ങോട്ട് തന്നേക്കാം. ഇതുവരെ അദ്ദേഹം മിണ്ടിയിട്ടില്ലല്ലോ, ഇത്രയും നാൾ അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ദേവസ്വം ബോർഡാണ്. ശ്രീ അനിൽ, 2017 ഇത് മാറുന്ന സമയത്ത് വാജിവാഹനം അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നൊന്നുമല്ല, അദ്ദേഹത്തിനെ വാജിവാഹനം ഏൽപ്പിക്കുന്നതാണ്. അറിയാവുന്നല്ലേ കയ്യിലിരിക്കുന്നത് എങ്കിൽ അദ്ദേഹം എന്തിനാണ് ഞാൻ അങ്ങ് തന്നേക്കാമെന്ന് ഇപ്പൊ പറയുന്നത്? അദ്ദേഹത്തിന് ഉത്തരവാദിത്വമില്ല. അദ്ദേഹത്തിന് ഈ പ്രശ്നത്തിന്റെ കാരണത്താൽ അദ്ദേഹത്തിന് ആ റിസ്ക് എടുക്കാൻ വയ്യ. ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള പേര് വേണ്ട എന്ന് അദ്ദേഹത്തിന് ചിന്തിച്ചുകൂടെ? റെസ്പോൺസിബിലിറ്റി ഇല്ലായിരുന്നല്ലോ. അങ്ങനെ വാജിവാഹനം വീട്ടിൽ കൊണ്ടുവെക്കണമെന്നുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇല്ലില്ല. സാധാരണഗതിയിൽ മഞ്ജുഷ്, സാധാരണഗതിയിൽ കൊടിമരം മാറ്റുന്ന സമയത്ത് അതിന്റെ വാജിവാഹനം റീപ്ലേസ് ഒരു സെക്കൻഡ് മഞ്ജുഷ്, സാധാരണഗതിയിൽ കൊടിമരം റീപ്ലേസ് ചെയ്യുമ്പോൾ നിയമത്തിനും സംശയത്തിനും അതീതരായിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് മന്ത്രിയാണെങ്കിലും ഇതിനകത്ത് അദ്ദേഹം കുറ്റാരോപിതരാണ് എങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. മഞ്ജുഷ്, സാധാരണഗതിയിൽ വാജിവാഹനം, അതായത് ഒരു കൊടിമരം റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു കൊടിമരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാജിവാഹനം മറ്റൊരു കൊടിമരത്തിൽ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് അതിനെ എടുത്തതിന് ശേഷം തന്ത്രിക്ക് ആചാരപൂർവ്വം കൊടുക്കുന്നത്. അത് തന്ത്രിയാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അതൊരു കസ്റ്റമാണ്, അതല്ലാതെ ദേവസ്വം മാനുവലിൽ എഴുതി വെച്ചിരിക്കുന്ന ഇത്രാമത്തെ ക്ലോസിലുള്ള ഒരു കാര്യമല്ല. അത് ഒരു കൊടിമരം റീപ്ലേസ് ചെയ്യുന്ന സമയത്തുള്ളതാണ്. കാരണം അതിനെ റീയൂസ് ചെയ്യാറില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ എന്റെയിലും വേണ്ട, അത് നിങ്ങൾ തന്നെ വെച്ചോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ് പ്രശ്നം? അപ്പൊ അതിനർത്ഥം അദ്ദേഹത്തിന്റെ കയ്യിൽ അത് ഉണ്ടെന്നല്ലേ, അല്ലാതെ ഈ 6 കൊല്ലമായിട്ട് അദ്ദേഹം അതിനെ തൂക്കി വിറ്റു എന്നല്ലല്ലോ അതിനർത്ഥം. ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരാളിനെ സംശയത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുവരുമ്പോൾ ലെജിറ്റിമേറ്റ് ആയിട്ട് സംശയം പറയുക, അതായത് ഇന്ന കാരണങ്ങളാൽ. ആ പറയുന്നതിൽ ഒരെണ്ണം സോളിഡ് ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന ആൾക്കാരോടൊപ്പം നിൽക്കും. പക്ഷെ അതില്ലാതെ ഊഹിക്കുകയാണ്. അതായത് പണ്ട് കൊണ്ടുവന്നു, 11 കൊല്ലം മുമ്പ് കൊണ്ടുവന്നു, അപ്പൊ ദീർഘദൃഷ്ടിയാണ്, 11 കൊല്ലം കഴിഞ്ഞ് തട്ടിപ്പ് നടത്താം. അപ്പൊ അന്നേരം പറഞ്ഞതാ ഈ 11 കൊല്ലത്തിനിടയ്ക്ക് വല്ലതും നടന്നിട്ടുണ്ടെങ്കിലോ ശരി, എന്നാൽ ഏതെങ്കിലും നടന്നതായിട്ട് ഒരെണ്ണത്തിന്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ? ലോജിക്ക് വേണ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ വാജിവാഹനം വീട്ടിൽ വെച്ചു എന്നുള്ള കാര്യത്തിന്? വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ അദ്ദേഹം തന്നെ സമ്മതിച്ച കാര്യമാണ്. വേണമെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്കാമെന്നും തന്ത്രി പറയുന്നുണ്ട്. ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തണോ വേണ്ടയോ? അല്ല, വാജിവാഹനം ഒരനുഷ്ഠാനത്തിന്റെ പേരിൽ
അദ്ദേഹം കൊണ്ടുപോയി സൂക്ഷിക്കുന്നതിൽ ഇപ്പൊ തെറ്റില്ല. തന്നെ ഈ ചർച്ചയിൽ തന്നെ രണ്ടുപേർക്ക് രണ്ട് അഭിപ്രായമായി. ഈ ഇതാണ് പ്രശ്നം. വാഹനം അദ്ദേഹം അവിടെ കൊണ്ടുപോയി ഇല്ലത്തെ അങ്ങനെയാണെങ്കിൽ പല കൊടിമരങ്ങളുടെയും വാജിവാഹനങ്ങൾ ഈ തന്ത്രിമാരുടെ വീടുകളിൽ കാണും. പക്ഷേ അതൊരു പൊതുമുതലായി ഉപയോഗിക്കത്തക്ക വിധത്തിൽ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എനിക്ക് അടിസ്ഥാനമായ ഒരു കാര്യം, ഈ സ്പോൺസറുടെ കാര്യം പറഞ്ഞു. ഈ ഉണ്ണികൃഷ്ണന്റെ സ്വത്തുവകയിൽ നിന്നൊന്നും അല്ല സ്പോൺസർഷിപ്പ് നടത്തിയത്. അയാൾ ആളുകളെ ക്യാൻവാസ് ചെയ്ത് സ്പോൺസർമാരെ കൊണ്ടുവരിക. ആ സ്പോൺസർമാരിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ കമ്മീഷൻ മേടിക്കുക. അതാണ് അവിടെ ചെയ്യുന്ന സ്പോൺസർഷിപ്പ്. അല്ലാതെ ഉണ്ണികൃഷ്ണന്റെ കുടുംബ സ്വത്തെടുത്ത് 2 ലക്ഷത്തിനോ 3 ലക്ഷത്തിനോ ശബരിമല സേവനം ചെയ്യല്ല. അയാൾ ക്യാൻവാസ് ചെയ്ത് തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലും ബോംബെയിലും ഉള്ളവരെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരിക. ആ കൊണ്ടുവരുന്നവരെ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുമ്പിൽ അവതരിപ്പിക്കുക, ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുക, ദേവസ്വം ബോർഡും മെമ്പർമാർക്കും പ്രസിഡന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. അവർക്ക് ആവശ്യാനുസരണം ആവശ്യമായ കാണിക്കയും ദക്ഷിണയും കൊടുക്കുക. അങ്ങനെ അവരെ സ്വാധീനിച്ച് താൻ ഒരു വലിയ സ്പോൺസറാണെന്ന് വരുത്തി തീർക്കുക. അല്ലാതെ ഉണ്ണികൃഷ്ണന്റെ കുടുംബ സ്വത്ത് എടുത്ത് അവിടെ ശബരിമല ഒരു സ്പോൺസർഷിപ്പും നടത്തിയിട്ടില്ല, നടത്താനൊട്ട് പ്രാപ്തിയും. തെറ്റാണ് ശ്രീ വാസു പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബസ്വത്ത് എടുത്ത് ശബരിമലയിലെ സ്പോൺസർഷിപ്പ് പരിപാടി ചെയ്തു എന്നാണ് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന വാസു പറഞ്ഞത്. താങ്കൾ ശ്രദ്ധിച്ചു കാണത്തില്ല. അവിടെയാണ് പ്രശ്നം. ആ ഉണ്ട്, നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. ശ്രീ രാമൻ നായർ, താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ പറഞ്ഞുതരാം. 2 കാര്യങ്ങൾ. ഒന്ന്, ഇയാളുടെ സ്വത്തും കാര്യങ്ങളും എല്ലാം പരിശോധിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടുത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും വിജിലൻസുമാണ് അന്വേഷിച്ചത്. കോടതി തന്നെ ആ സമയത്ത് പറഞ്ഞു ഇയാളുടെ ഇടപാടുകൾ, ഇതിന് പണം കൊടുത്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കണമെന്ന്. അതിന്റെ ഉത്തരവാദിത്വം ആർക്കായിരുന്നു? ദേവസ്വം ഭരണസമിതിക്കായിരുന്നു, ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥർക്കായിരുന്നു. 2, താങ്കൾ പറഞ്ഞു ഇയാളുടെ കുടുംബസ്വത്ത് കൊണ്ടുവന്നിട്ടാണോ? നമുക്കെല്ലാം അറിയാം ഇയാളുടെ കുടുംബസ്വത്ത് അല്ലാന്ന്. പക്ഷെ അതിന് ലെജിറ്റിമസി കൊടുത്തത് ആരാണ്? വാസുവാണെന്നേ, ദേവസ്വം ഭരണസമിതിയാണെന്നേ. അവിടെ പൂശിയതിനു ശേഷം ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അവിടെ പൂശിയതിന് ഞാൻ പൂർത്തിയാക്കട്ടെ. അവിടെ പൂശിയതിനു ശേഷം ബാക്കി 60 പവൻ സ്വർണം കയ്യിൽ വെച്ചിരുന്നപ്പോ അത് എത്ര സ്വർണമാണെന്ന് ചോദിക്കാതെ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് 4 ദിവസം മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ മുന്നിൽ ശ്രീ വാസുവാണ് വന്നിരുന്ന് പറഞ്ഞത് അത് അയാളുടെ സ്വർണമാണെന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണം കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ഈ വസ്തുക്കൾ കൊണ്ടുപോയിട്ട് അതിൽ സ്വർണം പൂശി, എന്നിട്ട് ബാക്കി സ്വർണം ഞാൻ എന്ത് ചെയ്യണം, ഒരു കല്യാണം നടത്തിക്കോട്ടെ എന്ന് എന്നോട് അനുവാദം ചോദിക്കുകയല്ല, എന്റെ അഡ്വൈസ് ചോദിക്കായിരുന്നു എന്ന് പറഞ്ഞ് ലെജിറ്റിമസി കൊടുക്കുന്നത് ആരാ? ദേവസ്വം ഭരണസമിതിയാ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ദേവസ്വം ഭരണസമിതി ഇത്രത്തോളം വിശ്വാസത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുംബത്തു നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് അയാൾക്ക് സ്പോൺസർ എന്ന് പറഞ്ഞ കുപ്പായം ധരിപ്പിച്ച് അവിടെ കൊണ്ടു നിർത്തുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? തന്ത്രി ഇയാളെ അങ്ങ് സംശയിച്ചോണം, ദേവസ്വത്തിന്റെ ലെജിറ്റിമേറ്റ് സ്പോൺസറായിട്ട് വന്നിരിക്കുക. നമ്മൾ പറഞ്ഞ ഇയാള് കള്ളനല്ലെന്നേ, ഇയാള് ദേഹത്ത് എണ്ണയും പൂശിക്കൊണ്ട് വന്നിരിക്കുന്ന കള്ളനല്ല തന്ത്രി സംശയിക്കാൻ. ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരോടും അതിന്റെ ഭരണസമിതിയിലെ ഏറ്റവും ഉയർന്ന ആൾക്കാരോടുമൊപ്പം ദേവസ്വം പ്രസിഡന്റിന്റെ റൂമിൽ ഇയാൾ കുടുംബമായിട്ട് നിരങ്ങുന്ന ആളായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് തന്ത്രി കണ്ഠര് രാജീവരും കണ്ഠര് മോഹനരും മാത്രം ഇയാളെ സംശയത്തിന് നിഴലിലൂടെ എനിക്കുള്ള സംശയം ഈ തന്ത്രിക്കൊപ്പം എപ്പോഴും ഉള്ളത് കൊണ്ട് മറ്റുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ചതാണോ, അതോ മറ്റുള്ളവർക്കൊപ്പം എപ്പോഴും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കറങ്ങി നടക്കുന്നതിനാൽ തന്ത്രി വിശ്വസിച്ചതാണോ? അല്ല, ഇതാണ് ഒരു സംശയം വരുന്നത്. രണ്ടായാലും പോറ്റി തട്ടിപ്പുകാരനായിരുന്നു. പോറ്റി ദേവസ്വത്തിന്റെ സ്പോൺസറാണ് എന്ന് പറയുമ്പോൾ പോറ്റിക്ക് ലെജിറ്റിമസി കൊടുക്കുന്നത് ദേവസ്വം ബോർഡാണെന്ന കാര്യത്തിൽ എന്താ തർക്കം? അവിടെ ആൾക്കാർ മാറുന്നില്ലേ? അതായത് പോറ്റിയെ സ്പോൺസർ ആക്കേണ്ടത് ആരാണ്? ദേവസ്വം ബോർഡാണ്. തന്ത്രി വിചാരിച്ചാൽ സ്പോൺസർ ആവില്ലല്ലോ. 2019 2025 6 വർഷത്തിന്റെ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദേവസ്വത്തിന്റെ ഭരണസമിതി മാറി, ദേവസ്വത്തിന്റെ മന്ത്രി മാറി, ഉദ്യോഗസ്ഥര് മാറി, എല്ലാവരും മാറിയിട്ടും പോറ്റിയും പോറ്റി വഴി സ്മാർട്ട് ക്രിയേഷൻസും അവിടെ നിൽക്കുന്നത് തന്ത്രി വിചാരിച്ചിട്ടാണോ? ദേവസ്വം ബോർഡ് വിചാരിച്ചിട്ടാണ്. എന്റെ സംശയം ബലപ്പെടുന്നത് തന്ത്രിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഈ പോറ്റിയെ ഭരണസമിതി വിശ്വാസത്തിലെടുത്തതാണോ എന്നുള്ള കാര്യം. ഭരണസമിതി നല്ലവരല്ല, സ്വർണം ചെമ്പാക്കിയതാണ് ഭരണസമിതി. പക്ഷേ ഈ സ്വർണം
ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും, തങ്കമുണ്ട് എന്ന് അറിഞ്ഞിട്ടും അത് ചെമ്പാക്കി കൊണ്ടുപോകുമ്പോൾ അതിൽ മഹത്വൊരു അക്ഷരം പറയാത്തൊരു തന്ത്രി കൂടി ശബരിമലയിൽ ഉണ്ടായിരുന്നു. അതേ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് നിയമം മൂലം അദ്ദേഹത്തിന് ചെയ്തേ പറ്റൂ എന്നൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അക്കാര്യം. എക്സിസ്റ്റിംഗ് പാളിയുടെ പുറത്ത് അവര് സ്വർണം പൂശണോ വേണ്ടയോ എന്നൊക്കെ അവര് തീരുമാനിക്കുന്ന കാര്യത്തിൽ തന്ത്രി എന്താ പറയേണ്ടത്? എക്സിസ്റ്റിംഗ് പാളിയുടെ മുന്നിൽ അവിടെ പാളി പൂശിയതായിരിക്കോട്ടെ, അതായത് പാളി ഒട്ടിച്ചിരിക്കുകയാണ്, പക്ഷെ ആ പാളി ഇളക്കിയതിനു ശേഷം അതിന്റെ പുറത്ത് പൂശാനാണ് കൊണ്ടുപോകുന്നത്. ആ മൗനത്തിന് വിലയുണ്ട്. അത് തനി തങ്കമാണെന്ന് അറിയാവുന്ന, ഒറ്റ നോട്ടത്തിൽ തന്നെ തനി തങ്കമാണെന്ന് അറിയാവുന്ന വ്യക്തി അവിടെയുള്ളൂ. അത് ശബരിമല തന്ത്രിയാണ്. കാരണം അത് സ്വർണ്ണപ്പാളി അല്ല, സ്വർണം ക്ലാഡ് ചെയ്ത സമയത്ത് മുതൽ അവിടെ ഉണ്ടായിരുന്ന വ്യക്തി ശബരിമല തന്ത്രിയാണ്. അപ്പോൾ ആ മൗനത്തിന് വലിയ വിലയുണ്ട്. അത് വിശ്വാസത്തിന്റെ വിലയാണ്. അല്ലല്ല, സ്വർണം ക്ലാഡ് ചെയ്തിരിക്കുന്നതിനെ എടുത്തു മാറ്റിയതിനു ശേഷം അവിടെ സ്വർണം പൂശാനെന്നൊന്നും അല്ല ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണെന്നുള്ള കാര്യം ശബരിമല തന്ത്രിക്ക് അറിയാം. ഒന്നുകിൽ കണ്ണടച്ചിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കും. അദ്ദേഹം വീട്ടിൽ പോയിരിക്കുന്ന സമയത്താണ് ഇവർ കൊണ്ടുപോയത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് മഞ്ജുഷെ തന്ത്രി റിപ്പോർട്ട് ചെയ്യുന്ന എപ്പോഴാ? മഞ്ജുഷെ തന്ത്രി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണോ ഇത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ ചെല്ലുന്നത്? തന്ത്രി റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണോ ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ സ്വർണം പൂശിക്കോ എന്നുള്ള നിർദ്ദേശമായിരിക്കുമല്ലോ. കേക്കൂ, ഞാൻ ചോദിക്കുന്ന ചോദ്യം പൂർത്തിയാക്കാൻ അനുവദിക്കൂ. ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ, വാസുവിന്റെ ഓഫീസിൽ ചെന്നതിന് ശേഷം അതുവരെ സ്വർണം പൂശിയത് എന്ന് എഴുതിയിരുന്നതിനെ മാറ്റി ചെമ്പ് പാളി എന്നാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോ പോറ്റിയതിന് മുമ്പാണോ ശേഷമാണോ? നിങ്ങൾ പറയൂ. ഭരണസമിതിയിൽ പോയി അവിടെ പിത്തള എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം വെട്ടി സ്വർണം പൂശിയ സ്വർണ്ണപ്പാളികളായ ചെമ്പിന്റെ പുറത്തുള്ള സ്വർണ്ണപ്പാളികൾ എന്നുള്ളത് എഴുതുന്നതിന് പകരം പച്ചമഷി പേനയ്ക്ക് പത്മകുമാർ വെട്ടി ചെമ്പെന്ന് എഴുതി. അത് പിന്നീട് അപ്രൂവലിന് വേണ്ടിയിട്ട് ദേവസ്വം തന്ത്രിയുടെ ചെയ്തതെല്ലാം തെറ്റ്. പക്ഷെ തന്ത്രിക്ക് ചെമ്പാക്കിയതാണ് ഈ ഭരണസമിതി എന്ന് തന്ത്രിക്ക് അറിയാം. അറിയാമല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് മഹസറിലെ ഒപ്പിടുന്നുള്ളൂ. പക്ഷെ തന്ത്രിക്ക് അറിയാമല്ലോ, തന്ത്രിക്ക് അറിയാമല്ലോ അവിടെ കൊണ്ടുപോകുന്ന വാതിലിലും അതുപോലെ തന്നെ ദ്വാരപാലക സ്വർണ്ണപ്പാളികളിലും തനി തങ്കമാണെന്ന്. അപ്പോൾ എങ്ങനെ അവിടെ നിന്ന് ചെമ്പാക്കി കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ള ചോദ്യമേ ഉള്ളൂ. ഈ ഭരണസമിതി നല്ലവരാണ് ചെമ്പാക്കി തന്ത്രി എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. അത് എവിടെ വെച്ചിട്ടാണ് ഇത് ചെമ്പ് പാളികളാണ് എന്ന് മാറ്റുന്നത്? തന്ത്രി കഴിഞ്ഞിട്ടാണോ അതോ തന്ത്രിക്ക് മുമ്പാണോ? പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ശ്രീത്ത്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. സന്നിധാനത്ത് നിന്ന് തന്ത്രിയുള്ള സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞിട്ടാണ്. മഞ്ജുഷെ, കൊണ്ടുപോകുന്ന പേപ്പർ തന്ത്രിക്ക് എവിടെയാ പങ്കെന്ന്? പേപ്പർ പോട്ട് പേപ്പർ കൊണ്ടുപോകുന്നുണ്ടല്ലോ. തന്ത്രി ഇവിടെ കംപ്ലൈന്റ് പറയാണ്. മഞ്ജുഷ, നിങ്ങൾ അതിന്റെ സീക്വൻസ് അറിയാത്തതുകൊണ്ടാണ്. മഞ്ജുഷ, നിങ്ങൾ അതിന്റെ സീക്വൻസ് മനസ്സിലാക്കൂ. അതിനൊരു പ്രശ്നമുണ്ട്. രേഖകളും അറിയാം, പക്ഷെ ഇത് കൊണ്ടുപോകുന്നത് ഈ രേഖയെല്ലാം ഉണ്ടായി കഴിഞ്ഞാണല്ലോ. അപ്പോൾ അത് അറിയാവുന്ന ഏക മഞ്ജുഷ, നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ തിരുത്തു വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അറിയാം? തന്ത്രിയുടെ മുകളിലാണോ ഭരണസമിതി? എനിക്കറിയില്ല. തന്ത്രിയുടെ മുകളിലാണോ കസ്റ്റോഡിയനായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ അധികാരമാണ്. അവരെന്ത് തോന്നിവാസം ചെയ്താലും തന്ത്രി ഒരക്ഷരം ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിച്ച കേൾക്കില്ല. ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും അവസാനം ദേവസ്വം പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും ഇത് തിരുത്തു വന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ പേപ്പർ നിങ്ങൾ പറഞ്ഞ തന്ത്രിക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഞാൻ തന്ത്രി കാണേണ്ടത്. മഞ്ജുഷ, അതുവരെ നിങ്ങളുടെ താഴത്തെ ലെവലിലെ ഉദ്യോഗസ്ഥർ മുതൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇത് സ്വർണ്ണപ്പാളി എന്നല്ലേ എഴുതിയിരിക്കുന്നത്? അതൊക്കെ ശരിയാണ്. സ്വന്തം കൈപ്പടയിൽ ഞാൻ ചോദിക്കുന്നത് മറുപടി പറയൂ. അവിടെയല്ലേ തന്ത്രി? ഞാൻ ചോദിക്കുന്നത് കേൾക്കൂ. അവിടെയെല്ലാം തന്ത്രി ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഇത് സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ചെമ്പുപാളികളാണ്. മുകളിലേക്ക് പോയി എക്സിക്യൂട്ടീവ് ഓഫീസറും കഴിഞ്ഞ് വാസുവിന്റെ ഓഫീസിൽ, ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ എത്തുന്ന സമയത്ത് ഇത് മാറുന്നു. പിന്നീട് പത്മകുമാറിന്റെ ഓഫീസിൽ എത്തുന്ന സമയത്ത് ഇത് മാറുന്നു. നിങ്ങൾ പറഞ്ഞ ഇത് കഴിഞ്ഞതിന് ശേഷം തന്ത്രി ഇത് കാണിച്ച് ഒപ്പിടിപ്പിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്.
എന്താ ഈ പറയുന്നത്? ഞാൻ ഒറ്റ കാര്യം പിന്നെയുള്ളത് എന്താ? അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് Witness ആണ്. തങ്കമാണെന്ന് അറിയാവുന്നയാൾ തന്ത്രിയാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, തങ്കമാണെന്ന് അറിയാവുന്ന ആൾ എവിടെയാ? ഞാൻ പറഞ്ഞതിൽ പിശകുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. തങ്കമാണെന്ന് അറിയാവുന്ന തന്ത്രി എവിടെയാ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? തങ്കമാണെന്ന് പേപ്പറിൽ എഴുതിയിരിക്കുന്ന സമയത്താണ് അല്ലേ? ശരി, അത് അവസാനം തങ്കം പൊതിഞ്ഞിരിക്കുന്ന ചെമ്പുപാളിയാണെന്ന് എഴുതിയിരിക്കുന്ന സമയത്താണോ അദ്ദേഹം ഇൻവോൾവ് ചെയ്യുന്നത്? ആണോ? സ്വർണം മാറി ചെമ്പാകുമ്പോൾ തന്ത്രിക്ക് മനസ്സിലായി അത് ചെമ്പാണെന്നാണോ? അങ്ങനെയാണോ? സ്വർണം മാറി ചെമ്പായപ്പോൾ തന്ത്രിക്ക് മനസ്സിലായി അയ്യോ അത് ചെമ്പായല്ലോ എന്ന്. മഞ്ജുഷ നിങ്ങൾ മനഃപൂർവ്വം എന്നെ പറയാൻ അങ്ങനെയല്ല. എന്നാ നീ കേൾക്കൂ. സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ചെമ്പുപാളികൾ എന്ന് മറ്റുള്ള ഉദ്യോഗസ്ഥർ എഴുതുന്ന സമയത്ത് ആ സമയത്താണ് തന്ത്രിയും അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. കാരണം എവിടെയാ? തന്ത്രിയാണ് ആദ്യം വന്നിട്ട് പറയുന്നത്, ഉദ്യോഗസ്ഥരെ കാണിക്കുന്ന സമയത്ത് പറയുന്നു ശരിയാണ്, ഇതിന് അറ്റകുറ്റപ്പണി വേണം. ഇത് പറഞ്ഞു, തന്ത്രിയുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോഴെല്ലാം ഇത് സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ചെമ്പുപാളിയാണ്. എന്നിട്ട് ഇത് ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിലും അത് കഴിഞ്ഞിട്ട് അവസാനം ദേവസ്വം പ്രസിഡന്റിന്റെ കയ്യിലും വരുന്ന സമയത്ത് ഇത് വെട്ടി അവര് ചെമ്പാക്കുന്നേ. അതിന്റെ ഉത്തരവാദിത്വം കൂടി നിങ്ങൾ തന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്താ മനസ്സിലായി? ശരി, നന്ദി. പക്ഷേ എനിക്ക് എന്റെ സംശയം ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ തന്ത്രിക്കാണ് അറിയാവുന്നിരുന്നത് 98-99 കാലഘട്ടത്തിൽ. അപ്പോൾ സ്വർണം വെട്ടി ചെമ്പാക്കിയപ്പോൾ ഈ തന്ത്രി എന്തിനും മിണ്ടാതിരുന്നതാണ്, അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു. സംഭാഷണം പോലെയാണ് മഞ്ജുഷ്. രാമനായർ താങ്കൾക്ക് പറയാനുണ്ടോ? രാമനായർ, മഞ്ജുഷ്, ഇത് ചെമ്പൻ വിനോദും പിന്നെ മാമുക്കോയും കൂടെ ഒപ്പം സിനിമയിൽ പറഞ്ഞ ഡയലോഗ് പോലെയാണ്. ഞാൻ ചോദിക്കുന്നത് തന്ത്രി വളരെ സിമ്പിൾ. തന്ത്രി ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് അത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെ നല്ല എഴുതിയിരിക്കുന്നത്. അതെ, ആണോ അല്ലയോ? തന്ത്രിക്ക് എവിടം വരെ ഇൻവോൾവ് ആകുമെന്നുള്ള കാര്യമാണ് താങ്കൾ പറയുന്നത്. ദേവസ്വം ബോർഡ് ഭരണസമിതി ഒരു തീരുമാനമെടുത്താൽ പിന്നെ തന്ത്രി കമാന്നൊരു അക്ഷരം മിണ്ടരുത് എന്നാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. പക്ഷേ അങ്ങനെ വിശ്വാസികൾക്ക് എടുക്കാൻ കഴിയില്ല. അറിഞ്ഞിരിക്കെ അതിലൊരു മാറ്റം വരുത്തിയപ്പോൾ അത് ദേവസ്വം ബോർഡിന് മാത്രമല്ല പരമാധികാരിയായി ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുകയും അതിൻ്റെ അകത്ത് മാറ്റം വന്നാൽ അഭിപ്രായം പറയുകയും ചെയ്യുന്ന തന്ത്രി ജാഗ്രത കുറവ് കാണിച്ചു. ശരി, ആ ഒറ്റ അഭിപ്രായമേ എനിക്കുള്ളൂ. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരെ വിശ്വസിക്കണമെന്ന് 28% പ്രേക്ഷകർ, വിശ്വസിക്കരുതെന്ന് 68% പ്രേക്ഷകർ. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.